ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫയർമാൻ അതുപോലെ തന്നെ ഫയർ വുമൺ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫയർമാൻ, ഫയർ വുമൺ അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവർ എന്നീ എക്സാമുകൾക്ക് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൺഫർമേഷൻ എത്ര പേര് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കാം. ഫയർമാൻ പരീക്ഷയ്ക്ക് 1.71 ലക്ഷം പേർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാം. ഫയർമാൻ ട്രെയിനി പരീക്ഷയ്ക്ക് 1,71,995 പേർക്ക് PSC സൗകര്യമൊരുക്കും. ജൂലൈ 12 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് പരീക്ഷ. 3 കാറ്റഗറികളിലായാണ് ഇത്രയും പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയത്. അപ്പോൾ അത് ഏതൊക്കെ കാറ്റഗറിയിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. ഫയർമാൻ ട്രെയിനി നേരിട്ടുള്ള നിയമനത്തിന് 1,05,844 പേര് കേട്ടോ. അപ്പോൾ ഫയർമാൻ ട്രെയിനി എക്സാമിന് 1,05,844 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫയർ വുമൺ ട്രെയിനി മലപ്പുറം ജില്ലയിലേക്കുള്ള നിയമനത്തിന് 66,067 പേരും പരീക്ഷ എഴുതും. ഫയർ വുമൺ ട്രെയിനി മലപ്പുറം ജില്ലയിലേക്കുള്ളതാണ്. അതിന് 66,067 പേരും പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ KMML ഫയർമാൻ NCA നിയമനത്തിന് 94 പേര്. ഓക്കെ, അപ്പോൾ KMML ഫയർമാൻ NCA നിയമനത്തിന് 94 പേരും പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയെന്ന് പറയുന്നുണ്ട്. 1.5 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള OMR പരീക്ഷയാണ് നടത്തുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്. പുരുഷന്മാരുടെ നേരിട്ടുള്ള നിയമനത്തിന് 1,28,972 അപേക്ഷകൾ ലഭിച്ചിരുന്നു. അവരിൽ 23,128 പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല. ഓക്കെ, അപ്പോൾ 23,128 പേരെ അപേക്ഷ അസാധുവായി. ബാക്കി 1,05,844 പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ അപേക്ഷ അസാധുവാക്കി. മലപ്പുറത്തേക്കുള്ള വനിതകളുടെ 12,878 അപേക്ഷകളും ഈ രീതിയിൽ അസാധുവായി. ഇതിന് മൊത്തം 78,945 അപേക്ഷകൾ ലഭിച്ചതാണ്. അപ്പോൾ ഫയർ വുമൺ മലപ്പുറം ജില്ലയിലേക്കുള്ള എക്സാമിന് 78,945 പേര് അപേക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് 12,878 അപേക്ഷ അസാധുവായി. കൺഫർമേഷൻ അവർ കൊടുത്തില്ല. അപ്പോൾ ബാക്കിയുള്ള 66,067 പേർക്കാണ് എക്സാം നടത്തുന്നത്. കൺഫർമേഷൻ 66,067 പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫയർമാൻ, ഫയർ വുമൺ അപേക്ഷകരുടെ എണ്ണം. ഇനി അടുത്ത് ഫയർമാൻ ഡ്രൈവർ കൂടി നമുക്ക് നോക്കാം. ഇപ്പം ഫയർമാൻ ഡ്രൈവർ 2,697 അപേക്ഷ അസാധു എന്ന് പറയുന്നുണ്ട്. ഫയർമാൻ ഡ്രൈവർ പരീക്ഷ ജൂലൈ 15-നാണ്. ആകെയുള്ള 15,489 അപേക്ഷകരിൽ 12,792 പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകി. ഇപ്പോൾ 15,489 പേരാണ് ഫയർമാൻ ഡ്രൈവർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്. അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം 12,792 പേരാണ്. ഓക്കെ, 2,697 അപേക്ഷ അസാധുവായി. അപ്പോൾ ബാക്കിയുള്ള 2,697 അപേക്ഷകൾ PSC റദ്ദാക്കിയെന്ന് പറയുന്നുണ്ട്. രാവിലെ 7:15 മുതൽ 9:15 വരെയാണ് പരീക്ഷാ സമയം. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോളണം. ഫയർമാൻ ഡ്രൈവറിന് രാവിലെ 7:15 മുതൽ 9:15 വരെയാണ് പരീക്ഷാ സമയം. അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 1 പ്രൊഫൈലിൽ ലഭ്യമാക്കും. ഇപ്പോൾ ഫയർമാൻ ഡ്രൈവറിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 1 മുതൽ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു NCA കാറ്റഗറിക്കുള്ള പരീക്ഷയും ഇതിനൊപ്പമാണ്. ഇപ്പോൾ NCA കാറ്റഗറീൻ്റെ ഒരു എക്സാം ഇതിനൊപ്പം നടത്തുമെന്ന് പറയുന്നുണ്ട്. പാഠ്യപദ്ധതിക്കുള്ള ലിങ്ക് പരീക്ഷാ കലണ്ടറിലുണ്ട്. അപ്പോൾ പരീക്ഷാ കലണ്ടറൊക്കെ ഓൾറെഡി നേരത്തെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫയർമാൻ ട്രെയിനി, അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവർ, അതുപോലെ തന്നെ ഫയർ വുമൺ എന്നീ എക്സാമുകൾക്ക് കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണമാണ് നമ്മളിന്ന് ഇപ്പോൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കോമ്പറ്റീഷനൊക്കെ ഹൈ ലെവൽ കൂടുതലാണ്. ഫയർമാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഫയർമാൻ ട്രെയിനി അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവറൊക്കെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാമുകളാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പഠിക്കുക. ഓക്കെ.